നരേന്ദ്രമോദിയുടെ അമേരിക്ക സന്ദർശനത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അമേരിക്കയും ഇന്ത്യയും ചേർന്നുകൊണ്ട് ഇന്ത്യയിൽ ഒരു സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള ധാരണയിലെത്തിയത്. അതായത് അമേരിക്കയുടെ സഹകരണത്തോടെ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ സുരക്ഷാ സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് ആണ് സ്ഥാപിക്കാൻ പോകുന്നത്. അമേരിക്കൻ സൈന്യത്തിനും സഖ്യകക്ഷികൾക്കും ഇന്ത്യൻ സൈന്യത്തിനും ആവശ്യമായ ചിപ്പുകൾ നിർമ്മിച്ച് കൈമാറുന്ന ഫാബ്രിക്കേഷൻ പ്ലാന്റ് 2025 സ്ഥാപിക്കാനാണ് US പ്രസിഡന്റ് ജോ ബൈഡനുമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ കൂടിക്കാഴ്ചയിൽ ധാരണയായത്. ഈ ഒരു പ്ലാന്റിന് ശക്തി എന്നായിരിക്കും പേരിടുക. ഇൻഫ്രാറെഡ്, ഗാലിയം നൈട്രൈഡ്, സിലിക്കോൺ കാർബൈഡ് സെമി കണ്ടക്ടറുകളുടെ ഉൽപാദനമായിരിക്കും ഈ ഒരു പ്ലാന്റിൽ നടക്കുക. ഭാരത് സെമി, ഇന്ത്യൻ യുവ സംരംഭകരായിട്ടുള്ള വിനായക് ഡാൽമിയ, വൃന്ദ കപൂർ എന്നിവരുടെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള തേർഡ് ഐടെക്, US സ്പേസ് ഫോഴ്സ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പ്ലാന്റ് നിർമ്മിക്കുക. US സ്പേസ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. സത്യത്തിൽ ഇത് വളരെ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് കാണാം. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇത്തരം ഒരു പ്ലാന്റ് നിർമ്മിക്കാൻ പോകുന്നത്. സ്വകാര്യമായിട്ടുള്ള ഈ സെമി കണ്ടക്ടർ പ്ലാന്റുകൾ നമുക്കറിയാം, നേരത്തെ ടാറ്റയും അതുപോലെ അദാനി ഗ്രൂപ്പ് അങ്ങനെ പല കമ്പനികളും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിർമ്മിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. നിലവിൽ സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ഇന്ത്യക്ക് കാര്യമായ സ്വാധീനമില്ലെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എല്ലാം യഥാക്രമം സമയക്രമം അനുസരിച്ച് പൂർത്തിയാവുകയാണെങ്കിൽ സെമി കണ്ടക്ടർ രംഗത്തെ പ്രധാന ശക്തികളിൽ ഒന്നായിട്ട് മാറാനുള്ള അവസരമാണ് ഇന്ത്യക്ക് കൈവരുന്നത്. ഇതിനിടയിലാണ് മിലിറ്ററി ആവശ്യങ്ങൾക്കായിട്ടുള്ള സെമി കണ്ടക്ടർ പ്ലാന്റ് കൂടി ഇന്ത്യയിൽ ഇപ്പോൾ സ്ഥാപിക്കാനായിട്ട് യുഎസുമായിട്ട് ധാരണയിലെത്തിയിരിക്കുന്നത്. ഈ സെമി കണ്ടക്ടർ ഉൽപാദനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ രംഗത്തെ പ്രധാന പ്ലേയേഴ്സ് ആരാണെന്ന് നമ്മൾ അറിയണം. അതിലൊന്ന് തായ്വാനാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് രംഗത്തെ മുൻനിര രാജ്യമാണ് തായ്വാൻ എന്ന് പറയുന്നത്. ഈ രംഗത്ത് ഇവർക്ക് വലിയൊരു സ്വാധീനമുണ്ട്, വലിയ മേധാവിത്വമുണ്ട്. തായ്വാന്റെ പ്രധാനപ്പെട്ട കമ്പനികളിൽ ഒന്ന് തായ്വാൻ സെമി കണ്ടക്ടർ മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, TSMC എന്ന് പറയും. ഏകദേശം 737.2 ബില്യൺ മാർക്കറ്റ് ക്യാപ്പ് ഉള്ള ഒരു കമ്പനിയാണിത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ഇവർക്കുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്ലെയറാണ് സൗത്ത് കൊറിയ. സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ ശ്രമഫലമായിട്ടാണ് സൗത്ത് കൊറിയ ഈ രംഗത്ത് മുൻനിരയിലേക്ക് എത്തിയത്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ ഉൽപാദക രാജ്യങ്ങളിൽ ഒന്നാണ് സൗത്ത് കൊറിയ. മൂന്നാമത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക തന്നെയാണ്. നാലാമത് ജപ്പാനാണ്. ഏകദേശം 100-ലധികം സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ ജപ്പാനിലുണ്ട്. അത് ജാപ്പനീസ് ഓൺഡ് ആയിട്ടുള്ളതുണ്ട്, US-ന്റേതുണ്ട്, തായ്വാന്റെ ഫേംസിന്റേതുണ്ട്. സോ ജപ്പാൻ വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലെയർ ആണ്. മറ്റൊരു പ്രധാനപ്പെട്ട രാജ്യം ചൈനയാണ്. സോ ഈ രാജ്യങ്ങളെല്ലാമാണ് ഈ പറയുന്ന സെമി കണ്ടക്ടർ രംഗത്ത് നിലവിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഈ സെമി കണ്ടക്ടർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലുതാണ്. 2022 മാത്രം ഏകദേശം $156 ബില്യൺ വേൾഡ് ട്രേഡ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രം നടന്നു എന്നുള്ളതാണ്. ഈ കാലയളവിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈന $23 ബില്യൺ സെമി കണ്ടക്ടർ ആണ് ഇറക്കുമതി ചെയ്തത്. അതായത് സെമി കണ്ടക്ടർ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് നോക്കൂ. ഏതൊരു ഇലക്ട്രോണിക് ഉൽപ്പന്നം നിർമ്മിക്കുന്നതിൽ ഇതിൽ വലിയൊരു പങ്ക് ഈ ഒരു സെമി കണ്ടക്ടർ വഹിക്കുന്നുണ്ട്. ലോകത്ത് ഏകദേശമുള്ള എല്ലാ രാജ്യങ്ങളും ഈ ഒരു ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യുകയാണ് പതിവ് ഏറ്റവും അധികം. ഇപ്പൊ ഇന്ത്യ ലോകത്തിന്റെ ഈ ഒരു സെമി കണ്ടക്ടർ ഇറക്കുമതിയിൽ ഇന്ത്യയുടെ ഷെയർ എന്ന് പറയുന്നത് ഏകദേശം $2.92 ബില്യൺ ആണ്. അമേരിക്ക 2022 ഏകദേശം $17 ബില്യൺ സെമി കണ്ടക്ടറാണ് ഇറക്കുമതി ചെയ്തത്. ജർമ്മനി ഏതാണ്ട് 10 ബില്യൺ അടുത്തും, ഹോങ്കോങ് ഏകദേശം 18 ബില്യൺ അടുത്തും, നെതർലാൻഡ് 6 ബില്യൺ അടുത്തും ഇറക്കുമതി ചെയ്തു. സോ ലോകരാജ്യങ്ങൾക്കെല്ലാം വേണ്ട ഒന്നാണ് സെമി കണ്ടക്ടർ. സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം പറ്റിയാൽ പോലും ലോകത്തെ ആകെ വിപണി അത് ബാധിക്കും, ഉൽപാദനത്തെ ബാധിക്കും, പ്രത്യേകിച്ച് ചൈനയെ ബാധിക്കും. അപ്പോൾ അവിടെയാണ് നരേന്ദ്രമോദി സർക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, നമ്മൾ റെഡിയാണ്, നിങ്ങൾ ഇവിടേക്ക് വരൂ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ, എന്തിളവ് വേണമെങ്കിലും തരാം, സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്ന് പറഞ്ഞിട്ട് മോഡി ഇങ്ങനെ ലോകരാജ്യങ്ങളോടെല്ലാം തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതും ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ഇന്ത്യയെ ഈ രംഗത്തെ ഒരു മേജർ പവർ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. എന്തുകൊണ്ടാണ് സെമി കണ്ടക്ടർ ഇത്രയും ആവശ്യമെന്ന് ചോദിച്ചാൽ, എങ്കിൽ മാത്രമേ ഇന്ത്യയിലെ നമ്മൾ ആഗ്രഹിക്കുന്ന ആത്മനിർഭർ ഭാരത് സാധ്യമാവുള്ളൂ, എങ്കിൽ മാത്രമേ മേക്കിംഗ് ഇന്ത്യ സാധ്യമാവുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ അതിവേഗത്തിൽ പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കൂ. ഇല്ലെങ്കിൽ നമ്മൾ മറ്റ് രാജ്യങ്ങളെ, പ്രത്യേകിച്ച് ഈ സെമി കണ്ടക്ടർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങളെയും കമ്പനികളെയും കാത്തു നിൽക്കേണ്ടി വരും. അവര് നമുക്ക് തരുമ്പോൾ നമുക്ക് ചിപ്പ് കിട്ടുമെന്നുള്ളൊരവസ്ഥ വരും. മറിച്ച് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാലോ ഇറക്കുമതി കാരണം ഉണ്ടാവുന്ന അമിതമായ ചിലവ് കുറയ്ക്കാൻ പറ്റും. കമ്പനികൾ ഡിമാൻഡ് കൂടുന്ന സമയത്ത് സ്വാഭാവികമായി നമുക്കറിയാം പ്രൈസ് കൂട്ടും. അങ്ങനെ ഉണ്ടാവുന്ന സാമ്പത്തിക നഷ്ടം കുറയ്ക്കാൻ പറ്റും. മറിച്ച് ഇന്ത്യയിൽ അതിവേഗം പ്രൊഡക്ഷൻ നടത്താനും
ഇന്ത്യയിൽ നിന്ന് സെമി കണ്ടക്ടർ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി കൂടി ചെയ്യാൻ സാധിക്കുന്നതിലൂടെ നമുക്ക് ലാഭമുണ്ടാക്കാനും സാധിക്കും. സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് ഒരു മേജർ പ്ലെയറായിട്ട് മാറുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഇസ്രായേലുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്, തായ്വാനുമായിട്ട് സഹകരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ US-ഉമായിട്ട് സഹകരിക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ ഇവിടെ ഒരു പൂർണ്ണമായ രീതിയിലുള്ള ഒരു മാനുഫാക്ചറിങ് ഫെസിലിറ്റി അമേരിക്കയുടെ സഹായത്തോടു കൂടി നമ്മൾ ഇവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതും സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് ആണ്, അസംബ്ലിയോ കാര്യങ്ങളോ ഒന്നുമല്ല. സമ്പൂർണ്ണമായിട്ട് ഇവിടെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. 2025ഓടെ ഈ ഒരു പ്ലാന്റ് പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. ഇവിടെ US സ്പേസ് ഫോഴ്സിന്റെ പങ്ക് എടുത്തു പറയണം. സ്പേസ് ഫോഴ്സിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇതിവിടെ നടപ്പിലാക്കാൻ പോകുന്നത്. ഇതിലൂടെ നമുക്ക് ഇവിടെ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് സെമി കണ്ടക്ടർ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന സെമി കണ്ടക്ടർ നമ്മൾ കയറ്റുമതി ചെയ്യാൻ പോവാണ്. എവിടേക്ക്? അമേരിക്കയ്ക്കും അമേരിക്കൻ സഖ്യകക്ഷികൾക്കും പിന്നെ ഇന്ത്യൻ സൈന്യത്തിനും. അപ്പൊ നമ്മുടെ സൈന്യത്തിന് ആയുധങ്ങൾ നിർമ്മിക്കണമെങ്കിലും നമുക്ക് ഈ സെമി കണ്ടക്ടർ ആവശ്യമാണ്. അപ്പൊ ഈ ആവശ്യമുള്ള സെമി കണ്ടക്ടർ നമ്മളിപ്പോൾ ഇറക്കുമതിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒഴിവായി കിട്ടും. നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന സെമി കണ്ടക്ടർ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സൈനിക ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് വലിയൊരു നേട്ടമാണ്. മോദിയുടെ സന്ദർശനത്തിൽ നമുക്ക് കിട്ടിയ വലിയൊരു നേട്ടമാണ്. എത്രത്തോളം അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്നോ അത്രത്തോളം ഇന്ത്യ സുരക്ഷിതമായി നിൽക്കുവാനും ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ തകരാതിരിക്കുവാനും ഇന്ത്യ ഒരു ശക്തമായ രാജ്യമായി തന്നെ നിലനിൽക്കുവാനും അമേരിക്ക ആഗ്രഹിക്കും. കാരണം ഏതെങ്കിലും കാരണവശാൽ ഇന്ത്യയിൽ ഒരു തകർച്ച ഉണ്ടായാൽ അത് അമേരിക്കയ്ക്കും അത് കാരണം നഷ്ടമുണ്ടാകും. അപ്പൊ അതുകൊണ്ട് വല്ലാതെ കയറി കളിക്കില്ല. എന്തുകൊണ്ടാണ് ചൈനയെ വല്ലാണ്ട് തൊടാത്തത്? അമേരിക്കയ്ക്ക് പറ്റാത്തതുകൊണ്ടൊന്നുമല്ല. കാരണം അമേരിക്കയുടെ വലിയ ഇൻവെസ്റ്റ്മെന്റ് ചൈനയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും ചൈനയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇവരിപ്പോൾ എന്താ ചെയ്യുന്നത്? അവരുടെ ഇൻവെസ്റ്റ്മെന്റ് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ, വിയറ്റ്നാം, സൗത്ത് കൊറിയ ഇങ്ങനെയുള്ള രാജ്യങ്ങളിലേക്ക്. എന്നിട്ട് ചൈനയെ അടിക്കാനായിട്ട് കാത്തിരിക്കുകയാണ് US. എന്തായാലും US വലിയ തോതിൽ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യക്ക് വളരെ ഗുണകരമാണ്. കാരണം ഇന്ത്യയുടെ സുരക്ഷയ്ക്കും അത് ഗുണകരമാണ്. കാരണം അമേരിക്ക ഇന്ത്യയുടെ ഒരു വളർച്ചയുടെ ഘട്ടത്തിൽ അല്ലെങ്കിൽ നമ്മളെ തകർത്ത് കളയും. സോ എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. ഇന്ത്യ വളരെ വലിയൊരു പ്ലാന്റ് ഇവിടെ തുടങ്ങാൻ പോകുന്നു US-ന്റെ സഹായത്തോടെ. ഇത് തീർച്ചയായിട്ടും നമ്മളെ സെമി കണ്ടക്ടർ ഉൽപാദന രംഗത്ത് കൂടുതൽ ശക്തമായ ഒരു രാജ്യമാക്കി മാറ്റാൻ പോവുകയാണ്.